ഹായ് ഗായ്സ്, എന്തെല്ലാം? അപ്പോൾ സെക്കൻഡ് പാർട്ടൊക്കെ കേട്ടു. എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റിലൂടെ നിങ്ങൾ പറയൂ, എന്നാലല്ലേ എനിക്ക് ഒന്നുകൂടി മെച്ചപ്പെട്ട് ആക്കാൻ പറ്റൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെ എല്ലാം ചെയ്യുക. എപ്പോഴെപ്പോഴും ഓർമ്മിപ്പിക്കാൻ മറന്നു പോണു ഞാൻ, അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് ഓർത്ത് ചെയ്യുക. പിന്നെ നമുക്കപ്പോൾ അടുത്ത ഭാഗം കഥയിലോട്ട് കടക്കാം. റിബൽ റിഡ്ജ് 2024 ഇറങ്ങിയ കഥയാണ്. അതിൻ്റെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഇതുവരെ ആദ്യത്തെ 2 ഭാഗം കേൾക്കാത്തവർ അത് പോയി കേൾക്കട്ടോ ആദ്യം, എന്നാലേ നിങ്ങൾക്ക് കഥ മനസ്സിലാവുള്ളൂ. ഓക്കെ, പിന്നെ കഥയിലോട്ട് കിടക്കാം. അങ്ങനെ ഒളിച്ചു നിന്ന അവൻ പോലീസ് പോയതിന് ശേഷം നേരെ കോർട്ട് ഹൗസിലോട്ട് പോയി. അങ്ങനെ കോർട്ട് ഹൗസിൻ്റെ ഉള്ളിൽ കയറി അവൻ്റെ മേൽവിലാസവും ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുത്തിട്ട് വേഗം ആ ക്ലർക്കിൻ്റെ അടുത്തോട്ട് ഓടിപ്പോയി. എന്നിട്ട് ക്ലർക്കിനെ ഈ കാശ് ഏൽപ്പിക്കും. അപ്പോൾ നമ്മുടെ സമർ ഉണ്ടല്ലോ, സമർ പറയും, ഓക്കെ സെറ്റ്, ഞാനെല്ലാം റെഡിയാക്കി തരാം, നീ ഇത് വെയിറ്റ് ചെയ്യ്, ഞാൻ അതിൻ്റെ റെസിപ്റ്റോ എന്താണെന്ന് വെച്ചാൽ തരാമെന്ന് പറയും. ആ സമയത്തുണ്ട് അവന് പെട്ടെന്ന് പുറത്ത് പോയി വെടി കൊണ്ടുപോലത്തെ ഇത്. പക്ഷേ വെടിയല്ലാട്ട, ഈ ഇലക്ട്രിക് ഷോക്കില്ലേ, പോലീസുകാരടിക്കണം, ആ സാധനം അടിച്ചു. ആരാ അടിച്ചതെന്ന് വെച്ചാൽ പോലീസുകാരില്ലേ, തപ്പി വന്നവർ, അവരാണ് അത്. ഈ ഒച്ച കേട്ടപ്പോൾ തന്നെ സമർ എന്തെന്ന് വെച്ചാൽ ഫോൺ എടുത്തിട്ട് ഇതൊക്കെ റെക്കോർഡ് ചെയ്യും. ഈ പോലീസുകാർ ഇവനെ പിടിച്ചുകൊണ്ട് പോകാൻ പോണതൊക്കെ റെക്കോർഡ് ചെയ്യും. അങ്ങനെ ആ ഷോക്കിൻ്റെ അതിൽ ബോധം കെട്ടി വീണിട്ട് എറിയിന് ആ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഇവനെ കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞ് ഇവന് ബോധം വരുമ്പോണ്ടോ ഈ പോലീസുകാർ ഇവനെ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുക. ഈ ഇലക്ട്രിക് ഷോക്ക് കൊണ്ടപ്പോൾ അവന് വല്ലതും പറ്റിയോന്നായിരിക്കും ഇത് ചെയ്യണത്. അങ്ങനെ അപ്പോൾ അവൻ പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഐ ആം സേഫ്. അപ്പോൾ പറയും, എന്നാൽ പിന്നെ നമുക്ക് ഡ്രൈവ് ആയാലോ എന്നാൽ പോലീസുകാർ ചോദിക്കും. അങ്ങനെ ഒരു പോലീസുകാരനെ അവനെ വണ്ടി കയറ്റി അങ്ങ് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകണ വഴിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ എത്തുമ്പോൾ ചീഫ് പോലീസുകാരനും ഒന്ന് വണ്ടി കയറും. അപ്പോൾ ഇതിലെന്തോ പന്തികേടുള്ളതായിട്ട് അവന് തോന്നും. എന്നിട്ട് അവർ ഈ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ പോയി അങ്ങോട്ട് നിർത്തും, എന്നിട്ട് ഇറങ്ങും. എന്നിട്ട് ഈ പോലീസ് ഓഫീസറും കൂടെയുള്ള പോലീസ് ഓഫീസറും തെറിയും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞാൻ നടന്നു വന്നിട്ട് ഈ ഓഫീസർ എന്താന്ന് വെച്ചാൽ നേരെ ഡിക്കി പോയി ഡിക്കി തുറന്നിട്ട് അവൻ്റെ നിന്ന് പിടിച്ചെടുത്ത ആ കാശില്ലേ, ആ കാശ് കൊണ്ടുവന്ന് ഇവൻ്റെ കാലിലോട്ട് ചെറിയ വെച്ച് കൊടുക്കും. അപ്പോൾ ആ ടെറി നോക്കുമ്പോണ്ട് കൊടുത്ത കാശ് തിരിച്ച് വന്ന് കൈവിലങ്ങൊക്കെ അയക്കുന്നു. അപ്പോൾ ഇവൻ വിചാരിക്കും, എന്താ സംഭവം, ഇതെന്താണ്, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, എന്താ നിങ്ങൾ പറയാൻ വന്നത്? അപ്പോൾ ആ ചീഫ് ഓഫീസർ, ഞാൻ എല്ലാം നിൻ്റെ അടുത്ത് പറയാം, ആ കൈവിലങ്ങൊക്കെ ഒന്ന് ഊരി കഴിയട്ടെ, എല്ലാം ഞാൻ നിന്നോട് പറയാം. എന്നിട്ട് കൈവിലങ്ങൊക്കെ ഊരി കഴിഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് നീ ശ്രദ്ധയോടെ കേൾക്കണം എന്നും പറഞ്ഞ് ചീഫ് പോലീസ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഒരു ഹോസ്പിറ്റലിലാണ്, നിൻ്റെ കസിനോടെ ട്രീറ്റ്മെൻറ്റിലാണ്, അവൻ്റെ കാര്യം ഇത്തിരി സീരിയസ് ആണ്, അവൻ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് ഇവിടെ എന്ന് പറയും. അപ്പോൾ ടെറി ചോദിക്കും, അവനിപ്പോൾ ജീവനുണ്ടോ ഇല്ലയോ, അത് നിങ്ങൾ പറ. അപ്പോൾ പറയും, ജീവനുണ്ട്, പക്ഷേ ഇത്തിരി സീരിയസ് ആണ്, അവനെ ജയിലിൽ വെച്ച് ആരോ ആക്രമിച്ചു, അവന് കുറേ കുത്തൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ദേഷ്യം കൊണ്ട് ടെറി കുറേ ചീത്തയും വഴക്കൊക്കെ പറഞ്ഞിട്ട് നേരെ ഉള്ളോട്ട് പോകുമ്പോൾ ചീഫ് പറയും, നീ അടങ്ങ്, നീ എന്നിട്ട് നിൻ്റെ കസിനെ ഒന്ന് അവസാനമായി പോയി കണ്ടിട്ട് വാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറയും. അപ്പോൾ ടെറി ദേഷ്യം കൊണ്ട് ഇതായിട്ട് നേരെ വിഷമം കൊണ്ട് നേരെ ആ കഫിൻ്റെ അടുത്തോട്ട് ചെല്ലും. അങ്ങനെ ആ കഫിൻ കിടക്കുന്ന റൂമിൽ ചെന്ന് കഫിനെ കാണും.
അങ്ങേ ഇരിക്കുമ്പോണ്ട് ഡോക്ടർ കയറി വന്നു. അപ്പോൾ ഇവൻ ഡോക്ടറിനോട് ഈ കഫിൻ്റെ അവസ്ഥയെ പറ്റി ചോദിക്കും. ആ അവസ്ഥ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും നമ്മൾ കഴിവിന് പറ്റുന്ന വിധി എല്ലാം ചെയ്യുന്നുണ്ട്, പറ്റുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട്, അവൻ്റെ ജീവൻ നിലനിർത്താൻ പറ്റണ വിധി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിയുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം അവൻ്റെ അവസ്ഥ പറയാൻ പറ്റില്ല. പിന്നെ ബാക്കി നിനക്ക് വല്ലതും അറിയണമെങ്കിൽ നീ പോലീസുകാരോട് ചോദിക്കുക, അവർ പറയും എന്ന് പറഞ്ഞു. അങ്ങനെ ടെറി എന്ത് ചെയ്യുന്ന വെച്ചാൽ മൈക്കിൻ്റെ കയ്യിലുള്ള പേഷ്യൻ്റ് ബാൻഡ് ഊരി അവൻ എടുക്കും. എന്നിട്ട് അവൻ്റെ നെഞ്ചത്ത് വെച്ച് കരയുവാണ് അവൻ വളരെ വിഷമത്തിൽ. എന്നിട്ട് സങ്കടം സഹിക്കുകയ്യാണ്ട് അവൻ പോണ ഒരു സീനുണ്ട് മക്കളെ, നമുക്കും സങ്കടം തോന്നിപ്പോവും. പിന്നെ അവൻ പോയി അന്ന് വൈകുന്നേരം മറ്റേ സമറുണ്ടല്ലോ, സമറിനെ പോയി കാണും. സമർ പറയും എനിക്ക് മൈക്കിൻ്റെ മരണത്തിൽ സംശയമുണ്ട്. കാരണം മൈക്കിനെ ആരോ ജയിലിൽ വെച്ച് മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി ശ്രമിച്ച പോലെ എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബെയിലെടുക്കണവരെ ഒന്നും പറ്റില്ല, എനിക്ക് വളരെ സംശയമുണ്ടെന്ന് പറയും. അപ്പോൾ ആ ടെറി പറയും ഞാനിവിടെ എൻ്റെ കഫിൻ്റെ ജാമ്യത്തിന് വേണ്ടിയാണ് വന്നത്, ഞാൻ അല്ലാണ്ട് വേറെ ഒരു പ്രശ്നത്തിനും അല്ല വന്നത്. എന്നിട്ടിപ്പോൾ എന്താ എൻ്റെ അവസ്ഥ നീ കണ്ടില്ലേ? നമ്മുടെ പിന്നെ തന്നെ ഇപ്പോൾ ഈ പോലീസ് നമ്മൾക്ക് പിന്നെ വരുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യണതെന്നറിയാൻ. പോലീസുകാർക്കിപ്പം ഞാൻ തലവേദനയാണ്. എൻ്റെ ഒരു ഗേടെ നീ ഇനിയൊന്നും പറയണ്ട, നീ വണ്ടി ഓടിക്കാൻ നോക്ക് എന്നും പറഞ്ഞു അവരങ്ങ് പോവും. പിന്നെ അന്ന് രാത്രി സമ്മർ ടെറിയെ ഒരു വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് എന്തെങ്കിലും വണ്ടി വിളിക്കാൻ പറയും. അങ്ങനെ സമ്മർ പോവും. സമ്മർ പോയി കഴിഞ്ഞിട്ട് ടെറി നോക്കുമ്പോണ്ട് ഒരു അപ്പൂപ്പൻ അവിടെ ഇരിക്കും. അങ്ങനെ അപ്പൂപ്പനായിട്ട് സംസാരിച്ച് പരിചയപ്പെടും. പിന്നെ സമ്മറിൻ്റെ വീട്ടിലാണ് കാണിക്കണം. സമ്മറിൻ്റെ വീട്ടിൽ സമ്മർ കിടന്നുറങ്ങുമ്പോണ്ട് ആരോ നടന്നു പോണ പോലെയൊക്കെ സമ്മറിന് തോന്നും. ഡോറിൻ്റെ അതിലെ ജനാലിൻ്റെ അതിലേക്ക് ആരോ നടന്നു പോണ പോലെയൊക്കെ തോന്നും. അങ്ങനെ അത് കണ്ടവള് നെട്ടിണിച്ച് അങ്ങനെ നടക്കാൻ പോകുമ്പോണ്ട് ഭയങ്കര ക്ഷീണം. അപ്പോൾ അവള് നേരെ ബാത്റൂമിൽ പോയിട്ട് ലൈറ്റ് ഇട്ട് അവള് ഉള്ളിൽ കയറും. അങ്ങനെ നോക്കുമ്പോൾ വാഷ് ബേസിനിൽ സിറിഞ്ച് കിടക്കണം. അത് കണ്ടപ്പോൾ അവൾക്ക് എന്തോ സംശയം തോന്നി വേഗം ബോഡി ചെക്ക് ചെയ്യുമ്പോണ്ട് ഒരു കയ്യിൽ സിറിഞ്ച് കുത്തിയ ഒരു പാട്. അങ്ങനെ അവള് പുറത്ത് വന്ന് നേരെ ഫോണിൻ്റെ അടുത്ത് പോയി ഫോൺ എടുത്ത് വിളിക്കാൻ പോകുമ്പോണ്ട് ഫ്രിഡ്ജിൻ്റെ അടുത്ത ഫോൺ വയ്ക്കണത്. അപ്പോൾ ഫോണെടുത്ത് വിളിക്കാൻ നോക്കുമ്പോണ്ട് ഫ്രിഡ്ജുമ മറ്റേ ഷെൽബി പോലീസിൻ്റെ ഒരു കാർഡ് ഇരിക്കും. അപ്പം ഇവക്ക് മനസ്സിലായി ഇവളെ കൊല്ലാൻ ശ്രമിക്കുന്നത് പോലീസുകാർ തന്നെയാണ്. കാര്യം പിടികിട്ടിയ സമ്മർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വേഗം ടെറീൻ്റെ നമ്പർ ബാഗിൽ നിന്ന് എടുത്തിട്ട് ടെറീനെ വിളിച്ച് കാര്യം പറയും. അപ്പം ടെറി അപ്പം തന്നെ ഒരു ട്രക്ക് കൊടുത്ത് നേരെ സമ്മറിൻ്റെ വീട്ടിലോട്ട് വെച്ച് അങ്ങ് പിടിക്കും. അപ്പോൾ സമ്മർ പറയും ഇതൊക്കെ ടെറി അങ്ങനെ വന്ന് നോക്കുമ്പോണ്ട് സമ്മർ ബാറ്റബി കിടക്കണം. അപ്പോൾ ടെറി വന്ന് സമ്മറിനോട് എങ്ങനെയുണ്ട്, എന്താണ് പ്രശ്നം? സമ്മർ പറയും ഇപ്പോൾ ഐ ആം ഓൾ റൈറ്റ്, എനിക്കിപ്പോൾ വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് തലയൊക്കെ തോർത്തി കട്ടലിൽ കയറി നിന്നിട്ട് എന്താ പറയും ഇതിനൊക്കെ പിന്നിൽ ആ പോലീസുകാരാണ്, നിന്നെയും മറ്റവനെയും സഹായിക്കാൻ ശ്രമിച്ചതിന് എനിക്കിട്ടെന്തോ പണി തരാൻ ശ്രമിച്ചതാണെന്നാണ് എനിക്ക് തോന്നണത് എന്ന് പറയും. സമ്മർ പറയും എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഈ കാര്യം പറഞ്ഞ് എനിക്ക് ജോലിക്ക് പോകാണ്ടിരിക്കാനൊന്നും പറ്റൊന്നുമില്ല. അപ്പോൾ ടെറി ചോദിക്കും നീ ഇവിടെ ഒറ്റക്കാണോ? അപ്പോൾ സമ്മർ പറയും ഞാൻ ഭർത്താവുമായിട്ട് വേർപിരിഞ്ഞു, എൻ്റെ മകളാണെങ്കിൽ അയാളുടെ കൂടെയാണ്. എന്നിട്ട് എന്താ ആ മോളെ കണ്ട് എനിക്ക് ഈ ജോലി എന്തായാലും ഉണ്ടായേ പറ്റൂ, അപ്പോൾ എനിക്ക് ജോലിക്ക് പോകണം എന്ന് പറഞ്ഞ് ഇവള് ജോലിക്ക് പോകാൻ റെഡിയായി. എന്നിട്ട് ടെറീനോട് പറയും മൈക്കിന് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കൂല. അങ്ങനെ
ജോലിക്ക് പോയി കോർട്ട് ഹൗസിലെത്തിയ സമ്മറിനോട് സെക്യൂരിറ്റി പറയും, ഗവർണർ നിന്നെ കാണണം എന്ന് പറഞ്ഞ് നീ ഒന്ന് അങ്ങോട്ട് ചെല്ലാൻ പറയും. അങ്ങനെ ഗവർണറിനെ പോയി കാണുമ്പോണ്ട് സമ്മറിനോട് പറയും, നിൻ്റെ ജോലി പോയി, യു ആർ ഡിസ്മിസ്ഡ്. അപ്പം ഈ ജോലി പോയ സങ്കടത്തിൽ സമ്മർ ബാത്റൂമിൽ പോയിട്ട് പൊട്ടിക്കരഞ്ഞ് പണ്ടാരടങ്ങും. അതേസമയം ടെറി ഈ സമ്മറിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചു പോണേയുള്ളൂ. അപ്പം ഉണ്ട് ഈ പോലീസ് വണ്ടി ഇവനെ ഫോളോ ചെയ്ത് വന്ന് ഓവർടേക്ക് ചെയ്യുവാണ് ഇവൻ. എന്നിട്ട് പോലീസുകാരൻ പറയും, നീ ആ വണ്ടി ഒന്ന് അവിടെ ഒതുക്കിയ എന്ന് പറയും. അപ്പോൾ ഇവൻ വണ്ടി ഒതുക്കും. അപ്പോൾ ഈ പോലീസുകാരൻ മുമ്പിൽ കൊണ്ടുപോയി ഇടും. നോക്കുമ്പോൾ ഉണ്ട് ബാക്കിൽ നിന്ന് ഈ പോലീസ് വണ്ടി ബാക്കിൽ വന്ന് നിന്ന് അതിൽ നിന്ന് ഈ പോലീസ് ഓഫീസർ ഇറങ്ങി വന്നു. അപ്പോൾ ഇവനെന്തോ കത്തും, ഇതെന്തോ ട്രാപ്പോ എന്തോ പണ്ടാരോ ആണിത്, എന്തോ പണിയാണെന്ന് മനസ്സിലാവും. അപ്പോൾ പറയും, നീ പോലീസുകാരൻ പറയും ടെറീനോട്, നീ ഒരു ഭാഗ്യം തന്നെ, അന്ന് കൂളായിട്ട് നീ അവിടെ നിന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോയി. അന്ന് നിൻ്റെ ഭാഗത്തറിഞ്ഞ ന്യായം, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് കാണാൻ നിൻ്റെ വണ്ടി ഒരു ലൈസൻസ് ഇല്ലാത്ത തോക്കിരിക്കണത്. നീ അപ്പോൾ പിടിയിലാവുമല്ലേ എന്ന് ചോദിക്കും. പോവല്ലേ, പിന്നെ എന്തിൻ്റെ പേരാന്ന് ചോദിച്ചാൽ ഇത് നീ ആ തോക്ക് വെച്ച് എന്നെ ഷൂട്ട് ചെയ്യാൻ നോക്കി, അങ്ങനെ കഥ പോരെ നിന്നെ അറസ്റ്റ് ചെയ്യാൻ എന്ന് ചോദിച്ചു എന്നും പറഞ്ഞിട്ട് ഈ പോലീസുകാരെന്തെന്ന് വെച്ചാൽ ഒരു ഇല്ലീഗൽ ഗണ്ണെടുത്ത് നേരെ ടെറീൻ്റെ വണ്ടിയിലോട്ട് വലിച്ചെറിയുന്നു. എന്നിട്ട് ടെറീനെ ഷൂട്ട് ചെയ്യുന്നു. ആ ഷൂട്ട് ചെയ്യണത് നേരെ ഷോൾഡറിൽ വന്ന് കയറുന്നു. അതേസമയം ടെറി എന്ത് ചെയ്യുന്നു, കാര്യം പിടികിട്ടിയ ടെറി എന്ത് ചെയ്യുന്ന വെച്ചാൽ വേഗം അതിൽ നിന്ന് അടുത്ത വഴിയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് ടെറി എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ഗണ്ണ് തട്ടിപ്പറിക്കാൻ നോക്കും. അങ്ങനെ തട്ടിപ്പറിക്കാൻ നോക്കുമ്പോൾ കിട്ടൂല. അപ്പോൾ പെട്ടെന്ന് അവൻ്റെ മറ്റേ ഇലക്ട്രിക് ഗണ്ണ് കാണും. അവൻ വേഗം ആ പോലീസുകാരൻ്റെ നിന്ന് ഇലക്ട്രിക് ഗണ്ണ് തട്ടിപ്പറിച്ചിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇയാൾ അച്ചടി അങ്ങ് വെച്ചു. അപ്പോൾ ഇയാൾ ബോധം കെട്ട് വീഴ്ചു. അത് കണ്ട ബാക്കി പോലീസുകാരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവനെ വെടിവെക്കാൻ വേണ്ടി ശ്രമിക്കും. ഇവൻ ചാടിക്കയറി വണ്ടി കയറി അങ്ങ് എസ്കേപ്പ് അടിക്കാൻ ശ്രമിക്കും. അങ്ങനെ അവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ട് നേരെ ഒരു കാടിൻ്റെ ഉള്ളോട്ടൊക്കെ പോയി ഏതോ ഒരു പാലത്തിൻ്റെ അടിയിൽ പോയി നിർത്തുന്നു. വണ്ടി ചാടി ഇറങ്ങുന്നു. പിന്നെ അവൻ ആ പാലമൊക്കെ വലിഞ്ഞ് കയറി അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ട് കൊമ്പുണ്ട് സമ്മർ വിളിക്കുന്നു, നീ എവിടെയാണെന്നും ചോദിച്ചു. അപ്പോൾ അവൻ ആ ഫോണെടുത്ത് കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ടെറി പറയും, ഞാനിവിടെ അടുത്തുള്ള ഈ ഹോട്ടലിലാണ്, നീ പണി ചെയ്യുക, എൻ്റെ കൂട്ടുകാരൻ അവിടെ ഉണ്ട്, അവൻ നിന്നെ എൻ്റെ അടുത്തോട്ട് എത്തിച്ചോളും എന്ന് പറയും സമ്മറിനോട്. എന്നിട്ട് ടെറി എന്ത് ചെയ്യുന്ന സമ്മർ അപ്പോൾ ആ ഹോട്ടലിലോട്ട് ചെല്ലും. എന്നിട്ട് ഹോട്ടലിലോട്ട് വന്ന് ആ പയ്യനെ കാണുമ്പോൾ ആ പയ്യൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ നേരെ മുകളിലുള്ള ഒരു മുറിയിലെത്തിക്കുന്നു ടെറീനെ. അങ്ങനെ ടെറീനെ മുകളിലുള്ള സമ്മറിനെ മുകളിലുള്ള റൂമിലെത്തിക്കുമ്പോൾ ടെറി അവിടെ ഉണ്ട്, ഒളിച്ചിരിക്കുന്നു ടെറി. അതേസമയം ഈ ഡോക്ടർ അങ്ങോട്ട് കയറി വരുന്നു. എന്നിട്ട് ഈ ടെറീൻ്റെ പുറത്തുള്ള മുറിവും ആ ബുള്ളറ്റ് കയറിയൊക്കെ പരിശോധിക്കുന്നു. ആ സമയം ടെറി സമ്മറിനെ ഡോക്ടറിനും പരിചയപ്പെടുത്തുന്നു. ഈ പുള്ളീൻ്റെ പേര് ലിയോ എന്നാണ്. ലിയോ ഒരു അമേരിക്കക്കാരനല്ല, പുള്ളി ഒരു ചൈനീസുകാരനാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അപ്പോൾ ഡോക്ടർ ടെറിക്ക് ഭക്ഷണമൊക്കെ എടുത്തു കൊടുത്തിട്ട് ഞാൻ പോകണമെന്ന് പറയും. അപ്പോൾ സമ്മർ പറയും, നിനക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കോക്കനട്ട് വാട്ടർ വാങ്ങിയിട്ടുണ്ട്, അത് വേണമെങ്കിൽ തരാട്ടോ എന്ന് പറയും. അപ്പോൾ പറയും, കുഴപ്പമില്ല, താങ്ക് യു എന്ന് പറഞ്ഞ് പിന്നെ അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് നോക്കുമ്പോൾ അവർ തമ്മിൽ സംസാരിക്കുക. എന്നിട്ട് പറയും, സമ്മറപ്പോൾ കാര്യമൊക്കെ പറയും, ഇന്നമതി ജോലിയൊക്കെ പോയിരുന്നു. അപ്പോൾ ടെറി ഇന്നമതി വെടിയുണ്ടാവും നടന്ന കാര്യമൊക്കെ പറയും. അപ്പോൾ ഈ ഭ്രാന്തന്മാരെ പോലീസുകാർക്ക് എന്തിൻ്റെ വട്ടാണത്
ഇത് ഭയങ്കര ശോകമുള്ളതെന്ന് പറയുമ്പോൾ തെറി പറയും. മൈക്കിന് അവന്മാരെ കൊല്ലാണ്ട് ഇനി ശാന്തി കിട്ടൂല, അപ്പം അതിനു വേണ്ടിയുള്ള പണി ഞാൻ തുടങ്ങാൻ പോവുക എന്ന് പറയും. അങ്ങനെ അവർ നേരെ കാണാൻ വേണ്ടി എല്ലാ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഒരാളെ കാണാൻ വേണ്ടി പോകും. കാണാൻ പോണ ആരാന്ന് വെച്ചാൽ ക്ലർക്കിനെയാണ്. എന്നിട്ട് ക്ലർക്കിനോട് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയും. ഈ പോലീസ് സ്റ്റേഷനിൽ നടക്കണ അഴിമതിയും ഇതൊക്കെ പറയും, എല്ലാം തുറന്നു പറയും ക്ലർക്കിനോട്. എന്നിട്ട് ഈ സമ്മർ ക്ലർക്കിനോട് ചോദിക്കും, നിങ്ങൾക്ക് അതിൽ പങ്കുണ്ടോ ഇല്ലയോ, അത് നിങ്ങൾ ആദ്യം പറയണം. അപ്പം ക്ലർക്ക് കൂടുതലൊന്നും പറയാനൊന്നുമില്ല, കാരണം ഇനി കൂടുതൽ പറഞ്ഞാൽ അയാളുടെ പണി പോയാലോ എന്ന് ക്ലർക്ക് വിചാരിച്ചിട്ടായിരിക്കും. നാച്ചുറൽ, അത് ആരായാലും ചിലപ്പോൾ വിചാരിക്കുമല്ലോ. അങ്ങനെ എനിക്കറിയില്ല. ഇനിയിപ്പോൾ കൂടുതലായിട്ട് അറിയണമെങ്കിൽ മറ്റേ ഗവർണറിനോട് ചോദിച്ചാൽ കൂടുതൽ കാര്യമൊക്കെ അറിയാൻ പറ്റും. കാരണം പുള്ളി ഒരു ഹയറാർക്കി ഉള്ള ആളല്ലേ, പുള്ളിനോട് ചോദിച്ചാൽ കാര്യമൊക്കെ അറിയാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ സമ്മറും ടെറിയും കൂടി നേരെ ഗവർണറിനെ കാണാൻ പോകുന്നു. അപ്പോൾ ഗവർണറിനെ കാണാൻ പോയിട്ട് ഗവർണറിനെ അടുത്തേലും ടെറിയോ മുഖം മൂടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഗവർണർ വിചാരിക്കും ഇതേതോ കള്ളനാന്ന് വിചാരിക്കും. അപ്പോൾ കക്കാൻ വന്നതാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഇയാൾ പറയും, അല്ല, ഞാൻ ഇവിടെ ഒരു കാര്യം അറിയിക്കാനും എനിക്കൊരു കാര്യം ചെയ്യാനും വേണ്ടിയാണ് വന്നത്. ഇന്നമാതിരിയൊക്കെയാണ് കാര്യങ്ങൾ. മരിച്ചുപോയ മൈക്ക് എൻ്റെ അനിയനല്ല കസിനാണ്. അവന് ഇന്നമാതിരി നിങ്ങളുടെ പോലീസുകാരൻ്റെ അടുത്ത് നിന്ന് സംഭവിച്ചു എന്നൊക്കെ പറയും. എന്നിട്ട് അപ്പോൾ സമ്മർ കയറി വരും. അപ്പോൾ ആ ഗവർണർ പറയും, ഞാൻ നിന്നെ രക്ഷിക്കാനാണ് ശ്രമിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ ആ ടെറി പറയും, അതിരിക്കട്ടെ, എനിക്കൊരു കാര്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. ഇനി ഞാൻ കൊണ്ടുവന്ന പണം എങ്ങനെ ഇല്ലീഗൽ മണി ആവണത് എന്ന് ചോദിക്കും. ആ പണം വെച്ച് നിങ്ങൾ എന്താ ചെയ്യാൻ പോകണമെന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഗവർണർ പറയും, ഇവിടെ ഓരോരുത്തർക്കും ഓരോ പണിയുണ്ട്, ഞാൻ ആ കാര്യം ഒന്നും അന്വേഷിക്കാറില്ല എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ടെറി ചോദിക്കും, നിങ്ങളെന്തിനാണ് മൈക്കിനെ 90 ദിവസം ഈ ജയിലിൽ വെക്കാൻ കാരണം എന്ന് ചോദിക്കും. ആ കാരണം എന്താണെന്നറിയാൻ ഒന്നും കൂടി ഒന്ന് കാത്തിരിക്കുന്നതല്ലേ അല്ലോ. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ വാട്ട് ഹാപ്പൻസ്. Okay, bye, see you, good night.